ഇപ്പോൾ വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്നൊരു കാര്യം പ്രതിപക്ഷ പാർട്ടികളടക്കം അത് മുന്നോട്ട് വെക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നൊരു കാര്യം. ആതിര, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം വന്നിരിക്കുന്നു. പക്ഷേ ജാതി സെൻസസ് സെപ്പറേറ്റായി പ്രത്യേകമായി നടത്തില്ല. അത് പൊതു സെൻസസിനൊപ്പം ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം മാത്രമായിരിക്കും ജാതി സെൻസസ് നടപ്പാക്കുക എന്നതാണ് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം അത്തരമൊരു സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും പ്രതിപക്ഷത്തെ വിമർശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം പ്രതിപക്ഷം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജാതി സെൻസസ് അല്ല, ജാതി സർവേ ആണ്. അശാസ്ത്രീയമായ കണക്കുകളാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്നത് എന്നൊരു വിമർശനം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ജാതി സെൻസസ് നടപ്പാക്കാൻ ഇപ്പോൾ കേന്ദ്രം വഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ജാതി സെൻസസ്, ജാതി സർവേ നടപ്പാക്കണം എന്നൊരാവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ ജാതി സെൻസസിനെ തള്ളിപ്പറയുകയും കളിയാക്കുകയും ചെയ്തതാണ് BJP നേതൃത്വം എന്ന് പറയുന്നത്. അവർക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാതി സെൻസസ് നടപ്പാക്കും എന്നതിലേക്ക് എത്തേണ്ടി വരുന്നത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രതിപക്ഷ പ്രത്യേകിച്ച് കർണാടകയിൽ 2 ആഴ്ച മുന്നെയാണ് ജാതി സെൻസസിൻ്റെ പൂർത്തിയാക്കുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ പ്രതിപക്ഷം ആ സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് ഒക്കെ നടത്തി വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ജാതി സെൻസസ് ഏറ്റെടുക്കാനും ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആതിര, വിഷ്ണു, അതിൽ തന്നെ ഏറെ പ്രധാനമെന്ന് പറയുന്നത് ഈ പൊതു സെൻസസിൽ എണ്ണപ്പെടുന്ന പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ളവരുടെ ഡേറ്റകളൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ വിവിധ വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നൊരു അനിവാര്യത കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളടക്കം നീങ്ങിയ ഒരു ഘട്ടമുണ്ടായത്. തീർച്ചയായും ഈ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ, പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് തീരുമാനമുണ്ടാകുമ്പോൾ കേന്ദ്രം വഴങ്ങിയും തന്നെ വേണം മനസ്സിലാക്കാൻ. വിഷ്ണു, അതിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ജാതി സെൻസസ് ഇന്ത്യയിൽ രാജ്യത്ത് നടത്തേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം നിരവധി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ തന്നെ കൃത്യമായി ഈ സെൻസസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും ജാതി സെൻസസ് രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നതായിരുന്നു പ്രതിപക്ഷം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ജാതി സെൻസസിനെ പറയുകയാണ് കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ BJP നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിലാണ് പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഈ ജാതി സെൻസസുമായി മുന്നോട്ട് പോവുകയും ജാതി സെൻസസ് സംസ്ഥാനത്ത് പൂർത്തിയാക്കുകയും ചെയ്തു. അത്തരത്തിൽ കർണാടകത്തിലെ ജാതി സെൻസസ് പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് നിരവധി പിന്നാക്ക വിഭാഗങ്ങളടക്കം ജാതി സെൻസസിൽ ഉൾപ്പെടുകയും ആ റിസർവേഷനിലേക്ക് ഇവർ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിലവിലത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ആ വിഭാഗങ്ങളെയൊക്കെ തന്നെ ഈ ജാതി സെൻസസിൽ ഉൾപ്പെടുത്തി പട്ടികയിലേക്ക് വരുമ്പോൾ അത് ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് BJP ഒരുപക്ഷെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. ബീഹാറൊക്കെ നേരത്തെ തന്നെ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാനമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ ജാതി സെൻസസുമായി BJP മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വെച്ചാണ്. ആതിര, അത് തന്നെയാണ് ഏറെ പ്രധാന വിഷ്ണു. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു BJPയുടെ നീക്കമെന്ന് തന്നെ വേണം അതിനെ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്രം പറയുമ്പോൾ വെള്ളപൂശാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണ്. അതായത് ജാതി സെൻസസ് നടത്താനുള്ള ഒരു അധികാരമെന്ന് പറയുന്നത് കേന്ദ്രത്തിന് മാത്രമാണ് എന്നൊരു കാര്യം കൂടി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിക്കുന്നുണ്ട്.
ആതിര, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുക എന്ന പ്രതിപക്ഷ സമ്മർദ്ദത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി വഴങ്ങുകയാണ് ചെയ്തത് എങ്കിൽ പോലും അത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഒരു പ്രസ് ബ്രീഫിങ്ങിൽ അശ്വിനി വൈഷ്ണവ് നടത്തിയിരിക്കുന്നത്. കാരണം അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രതിപക്ഷത്തെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്, ഈ സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്നത് ജാതി സെൻസസ് അല്ല, അത് അശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് അശ്വിനി വൈഷ്ണവ് ഒരു വിമർശനമായി ഉന്നയിക്കുന്നത്. അത്തരത്തിലല്ല സർവേ നടത്തേണ്ടത്. കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഈ ജാതി സെൻസസ് പൂർത്തിയാക്കും. പ്രതിപക്ഷം ജാതി സെൻസസ് അത് പ്രത്യേകമായി നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, അത് പൊതുജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പാക്കുമെന്നതാണ് കേന്ദ്ര തീരുമാനം. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് പൂർണ്ണമായും വഴങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ പൂർണ്ണമായും വഴങ്ങുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആതിര, ശരി, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്.